നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വരുമാനം ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ ചില UDF നേതാക്കന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്ത് മസ്മര വിദ്യ കളിക്കുന്നതെന്ന്. കാരണം ഈ പണം തരുന്നില്ല. 54,000 കോടി ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ലക്ഷക്കണക്കിന് കോടി നമുക്ക് തരാൻ ബാക്കിയാണ്. ഈ കുറെ കൊല്ലം കൂടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വിഹിതം നിരന്തരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ട്രഷറി പൂട്ടാതെ ഈ ബാലഗോപാൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് കോൺഗ്രസ്സുകാരുൾപ്പെടെ എന്നോട് തന്നെ ചോദിച്ചത്. അത് ഒരു കാര്യമേ ഉള്ളൂ, സാധാരണ പിരിക്കുന്ന പണത്തിന്റെ ഇരട്ടിയാണ് കുടിശ്ശിക ഉൾപ്പെടെ പിരിച്ച് ഈ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള ഫലപ്രദമായ ധന മാനേജ്മെന്റ് സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ്. ഇനി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കൂടി നേടിയാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ വാങ്ങൽ